എത്രയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഓരോ രക്ഷിതാക്കളും അവരുടെ കുട്ടികളെ ഇവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളാണ്. റാഗിങ്ങിൽ പ്രതിയായ 5 വിദ്യാർത്ഥികളുടെയും തുടർ പഠനം തടയാൻ നഴ്സിംഗ് കൗൺസിൽ യോഗത്തിൽ തീരുമാനം. ഇത് ഏഷ്യാനെറ്റിലെ ന്യൂസാണ്. അതേപോലെ തന്നെ ന്യൂസ് 18-ലെ ഒരു വ്യത്യസ്തമായ ന്യൂസാണ്. 5 വിദ്യാർത്ഥികൾ എന്നുള്ളത് ഇവിടെ 4 പറയുന്നത്. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ 5 വിദ്യാർത്ഥികൾ നടത്തിയ അതിക്രൂരമായ, നമ്മൾ കേരളം കണ്ടിട്ടില്ലാത്ത, നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടന്നിരുന്ന വലിയ ക്രൂരതകൾ നമ്മൾ റാഗിങ്ങിൽ കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത് ആദ്യമായിട്ട് നടന്നൊരു സംഭവമാണ്. ഇപ്പോൾ അതിന് ഒരു നടപടി ഉണ്ടായിട്ടുണ്ട്. ഈ 5 വിദ്യാർത്ഥികളെ തുടർ പഠനത്തിൽ നിന്ന് മാറ്റുന്ന ഒരു തീരുമാനമാണ് കൗൺസിലിൻ്റെ തീരുമാനം വന്നിട്ടുള്ളത്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ പ്രതിയായ 5 വിദ്യാർത്ഥികളുടെയും തുടർ പഠനം തടയാൻ നഴ്സിംഗ് കൗൺസിൽ യോഗത്തിൽ തീരുമാനം. ഇത് ഏഷ്യാനെറ്റിലെ ന്യൂസാണ്. അതേപോലെ തന്നെ ന്യൂസ് 18-ലെ ഒരു വ്യത്യസ്തമായ ന്യൂസാണ്. 5 വിദ്യാർത്ഥികൾ എന്നുള്ളത് ഇവിടെ 4 പറയുന്നത്. മീഡിയയുടെ ഒരു കറക്റ്റ്, അവരുടെ ഒരു ധാർമ്മികത ഇല്ലാതെ പോകുന്ന ഒരു കാര്യം കൂടിയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നഴ്സിംഗ് കോളേജിലെ അതിക്രൂര റാഗിങ്ങിൽ പ്രതിക്കെതിരെ നടപടി. നഴ്സിംഗ് കോളേജിലെ പ്രതിക്കെതിരെ 5 പേരാണ്. അത് പ്രതിക്കെതിരെ 4 പേരുടെ തുടർ പഠനം തടയാനാണ് നഴ്സിംഗ് കൗൺസിലിന്റെ തീരുമാനം. 4 പേരുടെ തുടർ പഠനം തടയാനാണ് നഴ്സിംഗ് കൗൺസിലിന്റെ തീരുമാനം. ഇത് ന്യൂസ് 18-ലെയാണ്. ഏഷ്യാനെറ്റ് എന്ന് പറയുന്നു, ന്യൂസ് 18 എന്ന് പറയുന്നു. ഇനി മറ്റ് ചാനലുകൾ നമ്മൾ നോക്കുന്നില്ല. എന്തായാലും ശരി, ഇത് മീഡിയയുടെ ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് നമ്മളുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തായാലും ശരി, തീരുമാനം, നല്ല തീരുമാനം വന്നിട്ടുണ്ട്. പൂരവും കണക്കിലെടുത്ത് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഹോസ്റ്റൽ മുറിയിൽ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത കാണിച്ച KP രാഹുൽ രാജ്, സാമുവൽ ജോൺസൺ, NS ജീവ, റിജിൽജിത്ത്, NV വിവേക് എന്നീ വിദ്യാർത്ഥികൾ പഠനം തുടരാൻ അർഹരല്ലെന്നാണ് നഴ്സിംഗ് കൗൺസിലിന്റെ കണ്ടെത്തൽ. നല്ല ഒരു തീരുമാനമാണ് എന്ന് പറയുമ്പോഴും നാം ഒരു കാര്യം ആലോചിക്കണം. ഈ 5 വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ, അവരുടെ കുടുംബം, ഒരു പക്ഷേ ഇന്നത്തെ നമ്മളുടെ ഈ അണുകുടുംബത്തിൽ ആണും പെണ്ണുമുള്ള ഒരു വീട്ടിലെ ചിലപ്പോൾ വളരെ ഉത്തരവാദിത്തങ്ങൾ എടുക്കേണ്ട ഒരു പയ്യനെയാണ് അവരെത്ര ബുദ്ധിമുട്ടിയാണ് ഈ പയ്യനെ പണയം വെച്ചും അല്ലെങ്കിൽ ഓരോ സാധനങ്ങൾ വിറ്റും കടവും ഇടവുമൊക്കെ വാങ്ങിച്ച് വട്ടപ്പലിശയൊക്കെ എടുത്ത്, ഇന്നറിയാം നമ്മൾ രക്ഷിതാക്കൾ ബുദ്ധിമുട്ടുന്ന പ്രയാസങ്ങൾ. അതിനിടയിലാണ് ഈ കുട്ടികൾ ഈ രീതിയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. നമ്മൾ ആ ഒരു സൈഡ് കൂടി ചിന്തിക്കണം. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇപ്പോൾ ഒരു വീഡിയോ നമുക്കിവിടെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി വയലേഷനാണ് അത് കാണിക്കുന്നത്. അതിനപ്പുറം നമ്മുടെ ഒരു മനസാക്ഷിയുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അവർ ആ റാഗിങ്ങിൽ ആ കുട്ടികളുടെ രോദനവും മറ്റു കാര്യങ്ങളും ഒന്നും ഞാൻ വീഡിയോ ഇട്ടില്ല. കാര്യം അത് കണ്ടപ്പോൾ തന്നെ മനസാക്ഷിയുള്ള ആർക്കും, എനിക്കെന്നല്ല, നമ്മുടെ ഈ ഭൂമിയിൽ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം കാണുമ്പോൾ അത്രയും മാനസികമായി തളർന്നു പോകുന്ന ഒരു കാര്യമാണ്. ഇവർ 1 ദിവസമോ 2 ദിവസമോ അല്ല ചെയ്തത്, 3 മാസമാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അവിടെ ഒരു അനങ്ങാപ്പാറയായിട്ടൊരു ലേഡി പ്രിൻസിപ്പൾ ഉണ്ടെന്ന് പറയുന്നു. ഈ പ്രിൻസിപ്പാൾ ഈ ഒരു കോളേജിലെ 3 മാസം എന്ന് പറയുമ്പോൾ അതിന് മുമ്പേ എത്രയോ കേസ് അവിടെ നടന്നു കാണും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 4 കുട്ടികൾ കൂടി ഇതിന് ശേഷം വന്ന് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർക്കൊരു ധൈര്യമായി. കാര്യം ഇത് പറയാം, ഇതെടുക്കാം, നമ്മളിത് പറയാതിരുന്നാൽ തെറ്റാണെന്ന് കണ്ടിട്ട് ആ കുട്ടികൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോളേജ് ഈ വിദ്യാർത്ഥികളെ തുടർ പഠനം നിർത്തിക്കൊണ്ടോ മറ്റു ഈ പ്രശ്നം തീർന്നില്ല. ഇതിൽ കോളേജിലെ ഉത്തരവാദിത്തമുണ്ട്, രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമുണ്ട്. നമ്മളിതൊന്നും മറക്കുവാൻ പാടില്ല. കോളേജ് പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന ആ ഒരു മാഡം
എന്തുകൊണ്ട് ഇതറിഞ്ഞില്ല? ഒരു സൂചന അവർക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ആ കോളേജിലെ അധ്യാപകരും അല്ലെങ്കിൽ ഈ അവിടുത്തെ മറ്റ് രക്ഷിതാക്കളുടെ സംഘടനയും മറ്റുമൊക്കെ കാണുമല്ലോ, ഇവർക്കൊന്നും ഈ കുട്ടികളുടെ കാര്യത്തിലുള്ള താല്പര്യക്കുറവ് എന്തെന്നുള്ളതാണ് ഇവിടെ വെളിവാക്കുന്നത്. ആ കോളേജ് പ്രിൻസിപ്പളിനെതിരെയും നടപടി വേണം. ആ സ്ത്രീ എന്തുകൊണ്ട് ഇതറിഞ്ഞില്ല? എത്രയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഓരോ രക്ഷിതാക്കളും അവരുടെ കുട്ടികളെ ഇവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളാണ്. കോട്ടയക്കാർ 2 പേരും കൂടെ ഉള്ളതെന്നാണ് തോന്നുന്നത്. ബാക്കിയുള്ളവരൊക്കെ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറയുന്ന രക്ഷിതാക്കൾക്ക് ഇവിടെ വന്ന് സ്ഥിരമുള്ള കാര്യങ്ങളൊന്നും തിരക്കാൻ പറ്റത്തില്ല. അവരൊരു വിശ്വാസത്തിലാണ് കോളേജിലെ ആ രക്ഷകത്വ സ്ഥാനത്തിനപ്പുറമുള്ള ഒരു ഇതിലാണ് ആ കോളേജ് പ്രിൻസിപ്പളിനെയൊക്കെ വിശ്വസിക്കുന്നത്. ആ സ്ത്രീ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്തിൽ ഒരു ഇതുമില്ലാത്ത ഒരു ലോജിക്കില്ലാത്ത ഒരു കാര്യമാണ് അവർ പറയുന്നത്. അവരിത് അറിഞ്ഞില്ല എന്ന് പറയുന്നത്. എന്തായാലും ശരി, കോളേജ് പ്രിൻസിപ്പളിന് ഇതുപോലെ ഈ ഒരു നടപടി കൊണ്ട് കേരളത്തിലെ വിവിധ കോളേജുകളിൽ വിവിധ തലങ്ങളിലുള്ള കോളേജുകളുള്ള വിദ്യാർത്ഥികൾക്ക് ഉള്ള ഒരു താക്കീതും, അതുപോലെ കോളേജ് അധികൃതർ എങ്ങനെ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടണം എന്നതിനുള്ള ഒരു മുന്നറിയിപ്പുമായിട്ടാണ് ഈ കാര്യങ്ങൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് പോകേണ്ടത്. ഇന്ന് ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് പ്രതികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും തുടർ പഠനത്തിൽ നിന്നും വിലക്കാൻ തീരുമാനമെടുത്തത്. ജൂനിയർ വിദ്യാർത്ഥികളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പ്രതികൾ ചെയ്തതെന്ന് കൗൺസിൽ. അവരെന്തൊക്കെയാ കോമ്പസ് ഇട്ട് കുത്തുക, ഒരു ചെറിയ ഇടിയോ അല്ലെങ്കിൽ ചെറിയ പണ്ടത്തെയൊക്കെ റാഗിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്. മുട്ടുകാലെ എഴയിക്കുക അല്ലെങ്കിൽ പിന്നെ ഒറ്റക്കാലെ നിർത്തുക, ഇതൊക്കെയാണെന്നത്തെ പാട്ട് പാടിക്കുക, ഇതൊക്കെയാണ് റാങ്കിങ്. ആ കാലത്തെ റാങ്കിങ് കൊണ്ട് ഒരു പരിധിവരെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. കാര്യം ഈ പുറം ലോകം കാണാത്ത ചില ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു മാനസിക വളർച്ച, ഒരു പേടി, സഭാകമ്പമൊക്കെ മാറി അവർ വേറൊരു തലത്തിലേക്ക് വരുന്നതിനാണ് ഒരു പക്ഷേ ഈ റാഗിങ് ഒക്കെ അന്ന് ഉപയോഗിച്ചിരുന്നത്, അത് ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇന്നത് മാറി. ഇന്ന് ഈ കുട്ടികൾ ഈ 5 പേരെന്ന് പറയുമ്പോൾ 5 പേരൊന്നും അല്ല, അവിടെ വേറെ പലരും പേരിൽ വരാത്ത പലരും ഇപ്പോൾ പേടിച്ച് കോളേജിലേക്ക് വരാത്ത അവസ്ഥയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കോട്ടയത്തു നിന്നുള്ള നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് 5 അല്ല 10 അല്ല, ഇവിടെ 5 പേര് മാത്രമേ ഇതിനകത്തിൽ പെട്ടു എന്നുള്ളേ ഉള്ളൂ. ബാക്കിയുള്ളവരും അവരുടെ രക്ഷിതാക്കളും ഇപ്പം ഈ പീഡിപ്പിക്കപ്പെട്ട കുട്ടികളുടെ വീട്ടിൽ പോയി കോംപ്രമൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി. ഒരു മീഡിയയിൽ ഈ ന്യൂസുകളൊന്നും വന്നിട്ടില്ല. അതാണ് എൻ്റെ സത്യം. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ മനസ്സിലാക്കണം, ഇവർക്ക് പിന്നെ ലഹരി ഉപയോഗിക്കുക. ലഹരി എന്ന് പറയുമ്പോൾ എന്ത് ലഹരി? മദ്യമാണോ, കഞ്ചാവാണ്, MDMA? ഇവർ ഇന്നത്തെ പിന്നെ കുട്ടികൾ ഉപയോഗിക്കുന്ന മയക്കുമരുന്ന് എക്സ്ട്രീം ലെവലിലുള്ള കാര്യങ്ങളാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കോളേജിലൊക്കെ എവിടെയെങ്കിലും പോയി കള്ള് ഷാപ്പിൽ പോയി ഒരു ഗ്ലാസ് കള്ള് കഴിച്ചു കഴിഞ്ഞാൽ പോലും ഒരു പേടിയാണ് വീട്ടിലേക്ക് പോകാൻ. ഇന്നതാണോ? രക്ഷിതാക്കളെ ലഹരി ഉപയോഗിച്ച് കൊല്ലുന്ന കാലമാണ്. അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ലഹരിയാണ്. ഈ റാഗിങ് പോലും ഒരു സിംപ്ലിഫൈ ചെയ്ത് പോകേണ്ട ഒരു പരിപാടിയാണ്. പക്ഷേ അത് ലഹരിയുടെ അടിസ്ഥാനത്തിൽ വീട്ടിലെ മറ്റ് രക്ഷിതാക്കൾ കുട്ടികൾക്ക് അയച്ചു കൊടുക്കുന്ന ഫീസിൽ നിന്ന് ഇവരുടെ ചിലവിനെടുക്കുന്ന ഫീസിൻ്റെ ബാക്കി ഇവർക്ക് മദ്യപിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ന്യായം? ഇതൊക്കെ നമ്മളൊക്കെ ഈ നൂറ്റാണ്ടുകൾ മാറിയിട്ട് പോലും ഇതിൽ നിന്ന് മാറിയില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇന്നത്തെ ഇതിനൊരു കാരണം ലഹരി ഒന്ന്. രണ്ടാമത് വയലൻസ് ഉള്ള സിനിമകളും സീരിയലുകളും. ഏതെങ്കിലും ഒരു സീരിയൽ ഒരു സതുദ്ദേശപരമായ ഒരു കാര്യം, ഒരു സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു സീരിയൽ അതിനകത്ത് ഇന്ന് ഒരു നന്മയുള്ള ഒരു കാര്യം അതിൽ ഉണ്ടോ? ഇല്ല. ഇതൊക്കെ തന്നെയാണ് പിള്ളേരെ ഇതിനേക്ക് നയിക്കുന്നത്. യൂട്യൂബിൽ നിന്നും മറ്റ് മീഡിയയിൽ പ്ലാറ്റ്ഫോമുകൾ, OTT പ്ലാറ്റ്ഫോമുകളാണിപ്പോൾ. ദിവസവും രാത്രി 1 മണി 2 മണി വരെ കുട്ടികൾ സിനിമ കാണുക, വയലൻസ് ഉള്ള കാര്യങ്ങൾ കാണുക. ഇപ്പോൾ ഇത് സെർച്ച് ചെയ്ത് നോക്കുക, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് ആ കാര്യങ്ങളാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നത്. ഏതായാലും ശരി, ഇതുപോലെയുള്ള പ്രവൃത്തികൾ നമ്മെ ഞെട്ടിക്കുന്നതാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല. എന്തായാലും ശരി, മറ്റൊരു കാര്യത്തിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഞാനിതൊരു വീഡിയോ ചെയ്യേണ്ടെന്ന് വെച്ചാണ്, പക്ഷേ ഇപ്പോൾ ഇത് വന്നപ്പോൾ ഈ ലഹരിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു പ്രവീണ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, എല്ലാവരും ലഹരിയാണ് കേരളത്തിൽ.
എനിക്ക് തോന്നുന്നത് ഒരു ഹൈസ്കൂൾ ഈ 8ാം ക്ലാസ്സിന് താഴെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഇന്ന് ഈ ലഹരിക്ക് പലതരം കഞ്ചാവ് മുതൽ MDMA അതുപോലെ കെമിക്കല് ഉള്ള സാധനങ്ങൾ വരുന്നു. എല്ലാം അതിൽ ഉൾപ്പെട്ട ഒരു പ്രവീണയുടെ കേസാണിത്. പോലീസ് സംഘത്തിന് നേരെയും പ്രതികൾ തിരിഞ്ഞു. പോലീസ് വാഹനത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. സംഭവത്തിൽ പാലാരിവട്ടം സ്വദേശി പ്രവീണെ അറസ്റ്റ് ചെയ്തു. സുഹൃത്ത് കോഴിക്കോട് സ്വദേശി റെസ്ലിയും കസ്റ്റഡിയിലാണ്. ഇതൊരു പെൺകുട്ടികളാണ്. നമ്മൾ ഇന്ന് ശരിക്കും നമ്മുടെ ആൾക്കാർക്ക് ഒരു 7 മണിയാകുമ്പോഴേ വീട്ടിൽ കയറുന്നൊരവസ്ഥയാണ്. കാര്യം നമുക്ക് വിശ്വസിച്ച് റോഡിൽ കൂടെ ട്രാവൽ ചെയ്യാൻ, നടന്നു പോകാൻ പറ്റത്തില്ല. ലഹരി ഉപയോഗിച്ച് വരുന്ന വാഹനങ്ങൾ, 2 വീലറിൻ്റെ അമിതമായ സ്പീഡിലുള്ള വരവ്, ഇടിച്ചിട്ടിട്ട് പോവും. ഇപ്പം ജീവൻ പോകുന്ന നമ്മുടെയാണ്. ഇതിനകത്ത് അപകടത്തിൽപ്പെടുന്ന നമ്മളാണ്. നമുക്ക് പേടിയാണ്. ഈ സ്ഥാനത്താണ് 2 പെൺകുട്ടികൾ, അതായത് ഒരു പെൺകുട്ടി, ഒരു പോലീസ് ജീപ്പ്. പോലീസ് എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറ്റം ചെയ്തില്ലേ പോലും ഓടി നമ്മുടെ അടുത്തോട്ടൊരു പോലീസുകാരും ഇപ്പോഴൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. പോലീസ് ഓഫീസേഴ്സും പോലീസുകാരൊക്കെ എത്ര ഫ്രണ്ട്ലിയാണ് അവർ. പക്ഷെ എന്നാൽ പോലും നമ്മുടെ മുന്നിലേക്ക് ഒരു കുറ്റാന്വേഷണവുമായി വരുവാണെങ്കിൽ നമ്മൾ ആകെ ഒന്ന് പതറും, വിഷമിക്കും, അല്ലെങ്കിൽ പേടിക്കും. ഇത് ഒരു പേടിയുമില്ല. പോലീസ് ജീപ്പിൻ്റെ ചില്ല് തകർത്ത പ്രവീണ. ഈ കാലത്തിൻ്റെ പോക്ക് നമ്മുടെ കുട്ടികളെ ഇനിയും എങ്ങനെ വീടുകളിൽ നിന്ന്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ന്യൂജനും ഡിജിറ്റൽ യുഗമൊക്കെ ആയപ്പോഴത്തേക്ക് പഴയ കാലങ്ങളുള്ള ഗുരുശിഷ്യ ബന്ധങ്ങളെന്ന് സ്കൂള്, ആശാം, കുടിപ്പള്ളിക്കൂടം, ഇന്ന് നമുക്കറിയാം എങ്ങുമില്ല ഗുരുശിഷ്യ ബന്ധങ്ങൾ. പണ്ടൊക്കെ ഉള്ള ഗുരുവിനെ കാണുമ്പോൾ ഇപ്പോഴും ശിഷ്യർ കൈയെടുത്ത് തൊഴും. ഇന്ന് എവിടെ തൊഴുന്നു? നമ്മൾ നേരത്തെ ഒരു പയ്യനെ ഹെഡ് മാസ്റ്ററുടെ പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ ഇരുന്ന് കയർക്കെന്ന് കണ്ടതാ. അധ്യാപകനെ വെളിയിലോട്ട് ഇറങ്ങിയാൽ കാണിച്ചു തരാം, നിന്നെ വെച്ചേക്കത്തില്ലെന്ന് പറഞ്ഞത്. ഈ ഒരു കാലത്തിലൂടെ പോകുമ്പോൾ പഴയ നമ്മുടെ ഗുരുശിഷ്യ ബന്ധങ്ങളും എല്ലാം നാം പിന്നിട്ട വഴികളുമൊക്കെ നമ്മൾ ഓർക്കുകയാണ്. അതിലേക്കുള്ള ഈ കാലത്തിൻ്റെ മാറ്റങ്ങളനുസരിച്ചുള്ള ഈ പുതിയ കാലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുമ്പോൾ, സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റ് സൗകര്യങ്ങളും എല്ലാം കൂടുമ്പോൾ ഈ കുട്ടികളിലേക്ക് വളർന്നു വരുന്ന ചിന്താഗതികൾ നെഗറ്റീവിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.